എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 1201 ആണ്ട് പുതുവർഷത്തിൽ മീനൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മീനൻ രാശിയിൽ വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 4-ലും ശനി ജന്മത്തിലും രാഹു 2-ലും ഒക്കെ സഞ്ചരിക്കുകയാണ് പൊതുവായിട്ടുള്ള സ്ഥിതി. ഇവരെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 4-ലും തുടർന്ന് 5-ലൊക്കെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈശ്വരാധീനവും ഭാഗ്യവും സമ്പത്തും സൽകീർത്തിയും ഒക്കെ പൊതുവിൽ വന്നു ചേരുന്ന സമയമാണ്. ജന്മശനിയുടെ ദോഷങ്ങളുണ്ടെങ്കിലും ഈശ്വരാധീനം കൊണ്ട് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മുൻവർഷത്തേതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സാധിച്ച് എടുക്കാൻ കഴിയുന്ന സമയമാണ്. എങ്കിലും തൊഴിൽപരമായിട്ടൊക്കെ ചെറിയ ചെറിയ പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് വിവാഹം അന്വേഷിക്കുന്നവർക്കൊക്കെ ചെറിയ കാര്യ തടസ്സങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കൊന്നും തുടക്കം കുറിക്കാൻ അനുകൂല സമയമല്ലാത്തതിനാൽ അത്തരം പദ്ധതികളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. കൂടാതെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും രാഷ്ട്രീയ, കലാ, സാഹിത്യ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കരുതലോടെ മുന്നോട്ട് പോവുക. എങ്കിലും ഇവർ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് കാലമായിട്ട് അവഗണിക്കപ്പെട്ട് കിടന്നവർക്കൊക്കെ കുറച്ചും കൂടിയൊക്കെ നല്ലൊരു സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും. പക്ഷെ ഉത്തരവാദിത്വം കൂടുന്ന ഒരു സമയമായിരിക്കും എന്നുള്ളതറിയുക. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. പൊതുവെ ഈ രാശിക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണെന്നുണ്ടെങ്കിലും ഈശ്വരാധീനം നല്ല രീതിയിലുള്ളതുകൊണ്ട് ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്താനും അല്ലെങ്കിൽ പുതിയ വസ്തു വാങ്ങാനൊക്കെ ഈ സമയത്ത് ജന്മശനി കാലമാണെങ്കിലും നടന്ന് കിട്ടുന്ന ഒരു വർഷമായിരിക്കും. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള ചെറിയ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിലേക്കായിട്ട് ശനിയാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതുമായിരിക്കും.